ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മുടെ അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല പഞ്ഞി പോലുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് പാടൊന്നുമില്ലാതെ ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ ഇന്ന് ഈ കേക്ക് ചെയ്യുന്നത്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഇനോ പൗഡറോ ഒന്നും തന്നെ വേണ്ട. ഏറ്റവും സിമ്പിളായിട്ട് അരിപ്പൊടിയും മുട്ടയും ഉപയോഗിച്ചുകൊണ്ട് നല്ല പഞ്ഞി പോലുള്ള കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. കണ്ടത് ഇതേപോലെ അങ്ങ് തൊട്ട് കഴിയുമ്പോൾ സോഫ്റ്റ് ആയി പോകുന്ന നല്ല പഞ്ഞി പോലുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. ഒന്ന് ടേസ്റ്റ് ആണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ കേക്കാന്ന് പറയുക പോലുമില്ല. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ എങ്ങനെയാണ് നമ്മുടെ അടിപൊളി കേക്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ തന്നെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ബൗൾ എടുക്കുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നന്നായിട്ട് ഉണങ്ങിയ ബൗൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 3 മുട്ടയാണ്. അപ്പോൾ ഒരു അരക്കപ്പ് അരിപ്പൊടി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 3 മുട്ട ചേർത്താൽ ധാരാളമായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഈ ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ച് നമ്മൾ ബീറ്റ് ചെയ്തെടുത്താലും മതിയാവും. പക്ഷേ കുറച്ചധികം നേരം തന്നെ നമ്മൾ ചെയ്തെടുക്കേണ്ടി വരും. നമ്മുടെ ഈ മുട്ട എത്രത്തോളം നന്നായിട്ട് പതഞ്ഞ് ശരിക്കും ബീറ്റായിട്ട് വരുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മുടെ കേക്കും നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. നമ്മുടെ ഈ മുട്ട ബീറ്റർ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ശരിക്കും ഒന്ന് ബീറ്റാക്കി എടുക്കാം. കണ്ടപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ശരിക്കും നല്ലപോലെ തന്നെ പതഞ്ഞ് ശരിക്കും സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റുള്ള പരുവെന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ച് കുറച്ച് അധികം നേരം എടുത്ത് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതിയോ. കണ്ടത് ഇതേപോലെ വേണം വരാനായിട്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് മധുരത്തിനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 1/4 കപ്പ് എന്ന് പറയുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഒന്നിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ 2ആയിട്ടോ ചേർത്ത് ബീറ്റർ വെച്ച് ഒന്നും കൂടി നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 1/4 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത് ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഒരു പാകത്തിനായിരിക്കും മധുരം. ഇനി കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര കൂടുതലെടുത്താൽ മതിയോ. അങ്ങനെ നമ്മുടെ പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ആയതുകൊണ്ട് ആ മണവും ഒട്ടും തന്നെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തത്. ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു 1/2 കപ്പ് അരിപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും നിറച്ചെടുത്തിട്ടില്ല. നമ്മുടെ ആ കപ്പ് എടുത്തതിൻ്റെ ശരിക്കും വടിച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാടായി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ കടയിൽ നിന്ന് അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ മേടിക്കുന്ന അതേ അരിപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ മിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തേക്ക് വേറെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നമുക്ക് നേരെ അങ്ങ് ആവിക്ക് വയ്ക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ആവിക്ക് വയ്ക്കുന്നത് ഇതേപോലെ ഒരു മോൾഡ് ഉപയോഗിച്ചിട്ടാണ്. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പറ്റി കൊടുക്കാം. അപ്പോൾ അടിയിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ അതേപോലെ സൈഡൊക്കെ ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഓയിലൊന്ന് പറ്റി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് അതിൻ്റെ മേളിലേക്ക് കൂടി കുറച്ച് ഓയിൽ നമുക്കിതൊന്ന് പറ്റി കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ അടി പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സൈഡൊക്കെ ആണെങ്കിലും എല്ലാ ഭാഗത്തേക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിലൊന്ന് പറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ മോൾഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഇതിനകത്തേക്ക് നേരെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ വീണ് കിട്ടണം. അപ്പോഴായിരിക്കും കേക്കാണെങ്കിലും ശരിക്കും പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. കണ്ടപ്പോൾ ഒരുപാട് കട്ടകളൊന്നും ഇല്ലാതെ എന്നാൽ വലിയ ലൂസും ഇല്ലാതെ കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മുട്ട ബീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നന്നായിട്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് ശരിക്കും ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 4-5 തവണ ഇങ്ങനെ ടാപ്പ് ചെയ്യണം കേട്ടോ. എന്നാലാണ് ശരിക്കും എയർ ബബിൾസ് ഒക്കെ പോയിട്ട് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് നേരെ ആവിക്ക് വയ്ക്കാം. അപ്പോൾ ആവിക്ക് വയ്ക്കുന്നതിന് മുമ്പ് ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ആണെങ്കിലും ആവിക്ക് വയ്ക്കുമ്പോൾ വരുന്ന ആ വെള്ളമൊക്കെ ആണെങ്കിലും കേക്കിൻ്റെ മേളിലേക്ക് വീഴും. അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ആണെങ്കിൽ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ശരിക്കും ആവി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മേളിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന് അങ്ങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്ന വരെ ഗ്യാസ് ഒരു ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 30-35 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ടൊന്ന് ആവി കയറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുവാണേ.
കണ്ടോ, ആ നമ്മുടെ ഫോയിൽ പേപ്പറിൻ്റെ മേളിലേക്കാണെങ്കിലും നിറയെ വെള്ളമൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ കേക്കിലേക്ക് ആ വെള്ളമൊക്കെ അങ്ങ് വീണ് പോകും. നമ്മുടെ ആവിക്ക് വന്ന ആ വെള്ളം ഉണ്ടല്ലോ അതങ്ങ് വീണ് കേക്ക് ആകെ കുളമായിട്ട് പോകും. അപ്പം നമ്മുടെ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ടും തണുത്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ആ ഫോയിൽ പേപ്പറും കൂടി ഒന്നെടുത്ത് മാറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ആദ്യം കേക്ക് ടിൻ്റെ പകുതി മാത്രമേ മിക്സ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആവിക്ക് വെച്ച് നല്ല പോലെ ഇങ്ങ് പൊങ്ങി വന്നപ്പോൾ ശരിക്കും നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ പൊങ്ങി വരില്ലേ, അതേപോലെ ഇങ്ങ് വന്നിട്ടുണ്ട്. കണ്ടോ, സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെയാണെങ്കിലും നമുക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണെന്ന്. അത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ആണെങ്കിലും പതുക്കെ നമുക്കൊന്ന് വെടിവെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അത് നമ്മൾ ആ സൈഡിൽ കൂടെ ഓയിലൊക്കെ പറ്റിയതുകൊണ്ടാണ് ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതിൻ്റെ മേൽഭാഗമൊക്കെ ആണെങ്കിലും പതുക്കെ ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതിയാവും. നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ആ ഓയിലൊക്കെ പറ്റി കൊടുത്തുകൊണ്ട് ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ കണ്ടോ, സൈഡൊക്കെ ആണെങ്കിലും അതേപോലെ തന്നെ അടിഭാഗമൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും തണുത്ത് കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ബട്ടർ പേപ്പറും കൂടി അങ്ങ് എടുത്ത് മാറ്റാം. കണ്ടോ, നമ്മുടെ ബട്ടർ പേപ്പറിലൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചല്ല കേട്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചൂടുണ്ട് ഈ സമയത്ത്, കുഴപ്പമുണ്ടാവില്ല. ഇതാണ് നമ്മുടെ കേക്ക് എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഇനോ പൗഡറോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല പോലെ പൊങ്ങി നല്ല പഞ്ഞി പോലുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ മൈദയോ ഗോതമ്പൊടിയോ ഒന്നും തന്നെ ചേർക്കാതെ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് ആവിയിൽ വേവിച്ച നല്ല പഞ്ഞി പോലുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. നമ്മൾ ആ കത്തിയാണ്ട് വെച്ച് കൊടുക്കുന്ന വഴി തന്നെ നന്നായിട്ടങ്ങ് മുറിഞ്ഞു പോരും കേട്ടോ, കാരണം അത്രയ്ക്ക് സോഫ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. കണ്ടത് ഇപ്പോൾ കാണുമ്പോൾ തന്നെയാണെങ്കിൽ അറിയാൻ പറ്റും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. ശരിക്കും നമ്മുടെ സ്പോഞ്ച് കേക്കൊക്കെ എങ്ങനെയാണോ റെഡിയാക്കി വരുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തതെന്ന് ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ, മൈദപ്പൊടി ഒന്നും ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കിട്ടിലൻ കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും അറിയിക്കുക കേട്ടോ. നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് വേറെയും ഒരുപാട് കേക്ക് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റവ ഉപയോഗിച്ചുകൊണ്ടുള്ള കേക്കും അതേപോലെ തന്നെ ഗോതമ്പൊടി ഉപയോഗിച്ചുകൊണ്ടും കുക്കറിലും നമ്മുടെ ചായപാത്രത്തിലൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് കേക്ക് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ആവിക്ക് വെച്ച് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ മറ്റുള്ളൂ, അല്ലെങ്കിൽ ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നമ്മുടെ ഈ കേക്കൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ.